നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ കഥകളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ ഒടുവില് അലോക് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അനന്തനോട് പോയി പറയാണ്. കാരണം ദേവമംഗൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒന്ന് പോയി ചോദിക്കേണ്ട ആ ഉദയഭാനുവിനോട്. അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അയാൾ വലിയൊരു ചതിയെ ചെയ്തിരിക്കുന്നേ. ഒന്നുമല്ലേലും ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ ചോദിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു, മോശമല്ലേ എന്നൊക്കെ പറഞ്ഞു. അച്യുതന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അച്യുതൻ അല്ലേലും ഇപ്പം വല്ലാത്തൊരു ദേഷ്യം അലോകിനോട്. കാരണം കുറച്ച് നാളായിട്ട് അലോകിന് നല്ല മാറ്റമാണ് ദേവമംഗലത്തോടും അതുപോലെ അവിടെ ഉള്ളവരുടെ ഒക്കെ ഒരു സിമ്പതിയും കാര്യങ്ങളൊക്കെയാണ്. അച്യുതൻ പറഞ്ഞു, അലോക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിക്കുന്നു. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം നിനക്ക് നല്ല മാറ്റമാണ്. ദേ ഇനിയിപ്പം അവരുടെ കൂടെ കൂടാന്നെങ്ങാനും വല്ല മോഹം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ നിന്ന് മായച്ചേക്ക്. അപ്പോഴേക്കും അലോക പറഞ്ഞു, അച്ഛൻ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. നീ എന്തുദ്ദേശിച്ചാലും ശരി. അതേസമയം അച്യുതൻ അനന്തനോട് പറഞ്ഞു, അനന്തേട്ടാ ഇവനിങ്ങനെ എന്തേലും പൊട്ടത്തരം പറഞ്ഞു നോക്കിയിരിക്കും. അനന്തേട്ടൻ അതൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അറിയാലോ ഇവനല്ലേ തന്നെ ഭയങ്കര മാറ്റോ. ഇവൻ എന്ത് ബാധിച്ചാന്ന് ആർക്കറിയാം. എടാ എത്രയും പെട്ടെന്ന് തന്നെ ആ അമേരിക്കക്കാരന്റെ മോളുമായിട്ടുള്ള കല്യാണം അത് നിന്റെ നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. അതിന്റെ ഇടയ്ക്ക് നീ ഇതുപോലെ സില്ലിയായിട്ടുള്ള കാര്യവും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. നിന്റെ സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ ആ അനുന്ന് പറയുന്നവള്, അവൾ ഒറ്റയൊരുത്തിയെ നിന്റെ ജീവൻ നശിപ്പിച്ച അത് നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. കിട്ടിയ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നീ പെരുമാറിക്കണം. അവളെ വെറുതെ വിടാൻ പാടില്ല. പക്ഷേങ്കില് അലോകിന്റെ മനസ്സിൽ ഇപ്പൊ പ്രതികാര ചിന്തയൊന്നുമില്ല. ജയിലിൽ കിടന്നോട് കൂടിയിട്ട് അലോക് ഒരു പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നു. ദേവമംഗലം കാല ശരി, തന്റെ അച്ഛനും എല്ലാരും കൂടെ ചേർന്നിട്ട് ഓരോ ദുഷ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും കാലം താൻ അവരോടൊപ്പം അതിന് കൂട്ടുനിന്നു. പക്ഷെ ഇനി അതിന് തനിക്ക് പറ്റില്ല. അനുവിന്റെ ജീവിതം തല്ലിക്കെടുത്തിയ താനാണ്. താൻ കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചേ. അല്ലായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത, ഒരു കുറ്റബോധം അലോകിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അലോക് ഇങ്ങനെയൊക്കെ പറയുന്നത് പോലും. പോരാത്തേന് ദേവമംഗലത്തോട് ഇപ്പൊ ഒരു സെന്റിമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തന്റെ അപ്പച്ചയല്ലേ ഒരു കാലത്ത് ഗോമതിയെ കൊല്ലാൻ നടന്ന സ്വത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. കുറച്ചു ദിവസം ജയിലിൽ കിടന്നോട് കൂടിയിട്ട് അവന് നല്ല മാറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അനന്തനും അത് മനസ്സിലാവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ ബാലന് ആനന്ദിന്റെ അടുത്തേക്ക് വന്നു. ആനന്ദിന്റെ അടുത്ത് എന്നിട്ട് അവന്റെ കൈ എടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ബാലൻ പറഞ്ഞു, എടാ മോനെ എന്നോട് ക്ഷമിക്കണം കേട്ടോടാ. ഞാൻ കാരണമല്ല നിന്റെ ജീവൻ നശിച്ചു പോയത്. ഒരുപക്ഷെ ഞാൻ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. ശരിക്കും ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണമായിരുന്നു. അന്ന് ആര്യം പറഞ്ഞതാ. പക്ഷെ ഞാനൊന്നും കാര്യമായിട്ട് എടുത്തില്ല. എടാ മോനെ നിന്റെ കാല് പിടിച്ച് വേണേ ഞാൻ ക്ഷമ ചോദിക്കാം. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, അച്ഛൻ എന്താ ഈ പറയണേ? അച്ഛൻ എന്നോട് ക്ഷമ ചോദിക്കാനോ? അതിന് അച്ഛനൊരു തെറ്റും ചെയ്തില്ലല്ലോ. ആകാശ് പറഞ്ഞു, അതെ അച്ഛനൊരു തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അച്ഛനെ അയാള് കബളിപ്പിച്ചു. അച്ഛന് അയാളെ വിശ്വസിച്ചു, അതാണ് ചെയ്തേ. പക്ഷെ തെറ്റ് ചെയ്ത ആ ഉദയഭാനുവാണ്. അയാളുടെ വീട്ടുകാരാ തെറ്റ് ചെയ്തത്. അതിന് അച്ഛൻ ആനന്ദേട്ടനോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആനന്ദേട്ടന് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ശ്രീദേവി അടുത്തിയായിട്ടുള്ള വിവാഹം നടത്തിയത്. നമുക്ക് അങ്ങനെ തുന്നിച്ചു നോക്കാനൊന്നും പറ്റത്തില്ലോ. എല്ലാരും നല്ലതല്ലേ പറഞ്ഞേ. ഞാനാണെങ്കിലും ധർമ്മം മാമനാണെങ്കിലും എല്ലാരും പോയി അന്വേഷിച്ച് അവരെ കുറിച്ച്. അപ്പൊ എല്ലാരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത്. പക്ഷെ അതെല്ലാം അയാളുടെ കളികളാന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ എടുത്തു ചാടി ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. ഇത്ര ധൃതി കൂടി പോയോ എന്നൊരു സംശയം. അത് സാരമില്ല അച്ഛാ. എനിക്ക് എന്താണെങ്കിലും ഇങ്ങനൊരു വിധിയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. അച്ഛനതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. അതും പറഞ്ഞ് ആനന്ദ് ബാലനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ഗോമതി വന്നിട്ട് ബാലനോട് പറഞ്ഞു, ബാലേട്ടാ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ, എന്നോട് ക്ഷമിക്കണം. ബാലേട്ട കാല് പിടിച്ച് വേണം ക്ഷമ ചോദിക്കാന്ന് പറഞ്ഞ് കാലിലേക്ക് വീഴാൻ ഒരുങ്ങുവാണ്. ബാലൻ പറഞ്ഞു, നീ എന്തിനാ ഗോമതി എന്നോട് ക്ഷമ ചോദിക്കുന്നേ? അത് പിന്നെ ബാലേട്ടാ, ഞാൻ ആ സമയത്ത് ബാലേട്ടനോട് പറയാൻ പാടാത്ത പല വാക്കുകളും പറഞ്ഞു. ബാലേട്ടൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. പക്ഷെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. ആനന്ദിന്റെ ജീവിതം തകർന്നു പോയല്ലോ എന്ന് ഓർത്തു കഴിഞ്ഞപ്പം വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പക്ഷെ ബാലേട്ടന്റെ ഭാഗത്തൊരു തെറ്റില്ലെന്ന് മനസ്സിലായി. എല്ലാ അച്ഛന്മാരും ചെയ്യുന്ന പോലെ മക്കൾക്ക് നല്ല ജീവിതം ഉണ്ടാവാനായിട്ടാ ബാലേട്ടനും ആഗ്രഹിച്ചേ. അങ്ങനെയാണ് അവരുടെ കുടുംബമായിട്ട് ബന്ധം ആലോചിച്ചത് പോലും. പക്ഷെ ബാലേട്ടന് തെറ്റുപറ്റിപ്പോയി.
അത് അയാളുടെ ചതി കാരണമല്ലേ. ബാലേട്ടനെ ഇവിടെ ആരും ഒരിക്കലും കുറ്റപ്പെടുത്തൊന്നുമില്ല, കുറ്റപ്പെടുത്താനും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാരും പറയാണ്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, "ഉം, ആ എന്താണെങ്കിലും ശരി, അവര് വലിയ ചതി എന്നെ കുടുംബത്തോട് ചെയ്തേ. പക്ഷേങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ശ്രീദേവി അടുത്തിന് ഇവിടെ നിന്ന് ഇറക്കി വിട്ട ശരിയായില്ല. മീനാക്ഷിയുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നവളാ. കാരണം തെറ്റ് ചെയ്ത ഇവിടെ ഉദയഭാനുവങ്കളും ശ്രീകലാൻറ്റീവ അവരാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ ശ്രീദേവി അടുത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചേച്ചി പറയുകയും ചെയ്തു തെറ്റ് ചെയ്തിട്ടില്ല. എന്നോടും മിത്രയോടും തുറന്നു പറഞ്ഞതാ. അവരോടൊപ്പം അവർ പറയുന്നൊക്കെ അനുസരിക്കുകയോ ചെയ്തേ. അല്ലെങ്കിൽ ശ്രീദേവി അടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവര്. അതുകൊണ്ട് മാത്രമാണ് അവരോടൊപ്പം നിന്നെ പലവട്ട സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് ഒരുങ്ങിയതാ ചേച്ചി. പക്ഷേ അവര് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. അത് കേട്ടാൻ ഗോമതി അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, നീ എന്താ ന്യായീകരിക്കുവാണോന്ന് ചോദിച്ചു. അതല്ലമ്മേ, ചേച്ചിനെ ഇവിടുന്ന് ഇറക്കി വിട്ട് ഒട്ടും ശരിയായില്ല. ഗോമതിക്ക് ഇഷ്ടപ്പെട്ടില്ല മീനാക്ഷി അങ്ങനെ പറഞ്ഞേ. ഓഹോ, പിന്നെ ഞാൻ അവളെ എന്ത് ചെയ്യണമായിരുന്നു? ഇവിടെ പൂവിട്ട് പൂജിക്കണമായിരുന്നോ? അത് പിന്നെ അമ്മേ, ദേ മീനു വേണ്ട കേട്ടോ, അത് നീ പറയണ്ടെന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, ഞാൻ എന്താണെങ്കിലും മീനാക്ഷി ചേച്ചിയുടെ സൈഡാ ഞാൻ നിൽക്കത്തുള്ളൂ. ഇവിടെ ശ്രീദേവിച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല. ശ്രീദേവിച്ചിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ. പാവ ശരിക്കും പെട്ടുപോയതാ. ആണെന്ന് പറഞ്ഞു പെട്ടുപോയതാ. അവള് പഠിച്ച കളിയാ. അവൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ അഭിനയിക്കണമെന്ന്. അതുകൊണ്ട് അവൾ അഭിനയിച്ചേ. അത് കേട്ടതും മീനു പറഞ്ഞു, അങ്ങനെ പറയരുത് ആനന്ദേട്ടാ, ശ്രീദേവിച്ചി പാവാണ്. ഞങ്ങൾക്ക് ശ്രീദേവിച്ചിയെ നന്നായിട്ട് അറിയാം. ശ്രീദേവിച്ചി അങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് ഗോമതിക്കൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഗോമതിക്ക് മാത്രമല്ല, ബാലിനും. അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഒരു വാക്കെങ്കിലും തുറന്നു പറയായിരുന്നു. അങ്ങനെ പറയായിരുന്നു ഇത്രയൊക്കെ സംഭവിക്കുമായിരുന്നു? ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതിന് പകരം അവൾ എന്താ ചെയ്തത്? എല്ലാരും കൂടെ ചേർന്നിട്ട് എന്റെ മകന്റെ ജീവിതം തല്ലിക്കെടുത്തി. ഇതിനെന്താണെന്ന് ഞാൻ പകരം വീട്ടും. പോരാത്തതിന് മനുഷ്യനെ പരമാവധി നാണം കെടുത്താനല്ലേ ശ്രമിച്ചത്. അതൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ദേഷ്യത്തോടെ മുറിയിലേക്ക് അങ്ങോട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീദേവി, ഉദയഭാനും ശ്രീകലയും കൂടെ. അങ്ങനെ പോകുന്ന സമയത്ത് ശ്രീകല പറഞ്ഞു, മോളെ നീ ഇങ്ങനെ എന്തിനാ സങ്കടപ്പെട്ട് വരുന്നേ? കണ്ണൊക്കെ തുടയ്ക്ക്, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ? ശ്രീദേവി പറഞ്ഞു, കാണട്ടെ. നിങ്ങൾ ശരിക്കും എന്റെ അച്ഛനും അമ്മയും തന്നെയാണോ? എനിക്ക് നല്ല സംശയമുണ്ട്. ഉദയഭാനു പറഞ്ഞു, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ ജീവിതമായിട്ട് ഇങ്ങനെ പന്താടില്ലായിരുന്നു. നിങ്ങളോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്റെ ജീവിതം തല്ലിക്കെടുത്താൻ വരില്ലെന്ന്. എന്നെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടതിന് ശേഷം ഓരോ നിമിഷം ഞാൻ മുൾമുനയിൽ എന്നവണ്ണം നിന്നുകൊണ്ടിരുന്നേ. എപ്പോഴേ ഏത് നിമിഷം കള്ളത്തരം പിടിക്കപ്പെടുന്നെന്ന് അറിയില്ലായിരുന്നു. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ വേദന എന്താന്ന് എനിക്ക് മാത്രം അറിയണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആനന്ദേട്ടന്റെ മുന്നില്, പാവം ആനന്ദേട്ടൻ എത്ര പാവം മനുഷ്യ അതെന്നറിയാവോ? ഒരുപക്ഷെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇത്രയും നാളും അത് ഒളിച്ചു വെച്ചോണ്ടിരുന്നു. ബാക്കി ആരാണെങ്കിലും എപ്പ പൊട്ടിത്തെറിച്ചെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അതൊന്നും ആനന്ദേട്ടൻ ചെയ്തില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അത് ചെയ്യാതിരുന്നേ. പക്ഷെ അച്ഛനും അമ്മയൊക്കെ ചെയ്തോ വീണ്ടും വീണ്ടും എന്നെ കള്ളത്തരം പറയാനായിട്ട് പ്രേരിപ്പിച്ചു. അത് മാത്രമല്ല, അച്ഛൻ എന്ത് ധൈര്യത്തിലാണ് ഗോമതി സ്റ്റോഴ്സ് വന്ന് മോഷ്ടിച്ചേ. ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞല്ലേ, ദൈവത്തെ ഓർത്ത് എന്റെ ജീവൻ നശിപ്പിക്കാനായിട്ട് ഇനിയും വരില്ലെന്ന്. നിങ്ങൾ വീണ്ടും വീണ്ടും എന്റെ ജീവൻ നശിപ്പിക്കാൻ വന്നു. അത് കേട്ടതും ഗോമതി പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട. നമ്മള് ഉറപ്പായിട്ട് നിന്നെ ആ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടേ വിടും. അങ്ങനെയൊന്നും നിന്നെ പടിയടിച്ച് പിണ്ടം വെക്കാനൊന്നും അവർക്ക് പറ്റില്ല. ഈ സ്ത്രീകളെയാ പറയണേ. പൂർവാധി ശക്തിയോടുകൂടി നിന്നെ ഞാനങ്ങ് തിരിച്ചു കൊണ്ടേ വിടുമെന്ന് പറഞ്ഞു. അത് കേട്ടത് ശ്രീദേവി പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഇനി എന്നെ ഒരിടത്തേക്കും കൊണ്ടുവരണ്ട. നിങ്ങൾ കൊണ്ടുവിട്ടാലും ഞാൻ ആ വീട്ടിലേക്ക് പോകാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ചെയ്ത ചതി, അതിന്റെ ഒരു ഇരയായിട്ട് ഞാൻ ഇരുന്നോളാന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എന്റെ തീരുമാനം അനുസരിച്ച് ആ കാര്യങ്ങളും മുന്നോട്ട് പോന്നേ. അതിനകത്ത് തലയിടാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി നിർത്തുവാണ്. ശ്രീദേവിയുടെ മനസ്സിൽ ചില ചിന്തകളുണ്ടായിരുന്നു. ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്തിനിങ്ങനെ നാണം കെട്ട് ജീവിക്കണം? ഇതിനേക്കാളും ഭേദം മരിച്ചാല് എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലേക്ക് വന്നു. ഇവരോടൊപ്പം ജീവിക്കുന്നേക്കാളും ഭേദം അത് തന്നെയാ. തനിക്കിനി എന്താണെങ്കിലും ആനന്ദേട്ടനോടൊപ്പം ഒരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. തന്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് ആനന്ദേട്ടൻ മാത്രമായിരിക്കും. പക്ഷെ ആനന്ദേട്ടൻ ഒരിക്കലും തന്നെ ഇനി ഉൾക്കൊള്ളത്തില്ല. ആ വീട്ടിലേക്ക് തന്നെ ആരും വിളിച്ചു കേട്ടത്തുമില്ല. എല്ലാരും തന്നെ വെറുത്തു കഴിഞ്ഞു. താൻ പറയുന്ന ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇനി ഒരേ ഒരു മാർഗം മരിക്കുക എന്നുള്ളത് മാത്രം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ശ്രീദേവി എടുക്കുന്നുണ്ട്. ഇനി എന്തായി തീരും നമുക്ക് കണ്ടറിയാം. ഒരു പക്ഷേ ഇനി മീനാക്ഷിയും മിത്ര എല്ലാവരും ചേർന്നിട്ട് ഗോമതിയുടെ അവരുടെയൊക്കെ മനസ്സ് മാറ്റുമോന്നറിയില്ല. ഇനി എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ തിരികെ വിളിക്കുള്ളൂ. അപ്പൊ ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും
ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.